മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം നടക്കുക. കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളും ഉടൻ പ്രഖ്യാപിച്ചേക്കും എന്നറിയുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഇപ്പോൾ ഒരു വാർത്ത പരക്കുന്നു, അത് ആദ്യമേ ചോദിക്കാം. സുരേഷ് ഗോപി ലേശം അസംതൃപ്തനാണ്. അദ്ദേഹം ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചു, എന്നാൽ അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യാനുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ഈ പദവി ഒഴിഞ്ഞേക്കുമെന്ന രീതിയിൽ വാർത്ത പരക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലവിൽ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പല കാരണങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, അദ്ദേഹം രാവിലെ സത്യപ്രതിജ്ഞയ്ക്കായി അദ്ദേഹം വസതിയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്നതിന് വൈകിച്ചു. അക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നു എന്നുള്ളത് അഭ്യൂഹങ്ങൾക്ക് കാരണമായി. തുടർന്ന് അതിന് ശേഷം പിന്നീട് ചായ സൽക്കാരത്തിൽ അദ്ദേഹത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ വൈകിട്ട് BJP ദേശീയ അധ്യക്ഷൻ ഈ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് എല്ലാവർക്കും ചായ സൽക്കാരം ഒരുക്കിയിരുന്നു. അതിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഒപ്പമാണ് എനിക്ക് എത്രയും വേഗം തന്നെ ഒഴിവാക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തന്നെ എത്രയും വേഗം ഒഴിവാക്കും എന്നാണ് പ്രതീക്ഷ എന്നും താൻ നിലവിൽ തന്നെ പല സിനിമകൾക്കുമായി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഇന്നലെ രാത്രിയോടെ തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിന്നോട് ചോദിച്ചോളാം, ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൻ്റെ കാര്യം വിശദീകരിക്കൂ. എസ് കെ എൻ, ഇന്ന് മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വൈകിട്ട് 5 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. ഈ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെയാണ് ആദ്യ മന്ത്രിസഭാ യോഗം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്നും മന്ത്രിമാരുടെ പട്ടിക വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ വിവരം പുറത്തു വന്നത്. പ്രധാനമായും പല സുപ്രധാന തീരുമാനങ്ങളും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്തേക്കുമെന്ന സൂചന നിലവിൽ ലഭിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെ അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. തൻ്റെ 1-2 മന്ത്രിസഭകളിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന സമീപനം. സമാനമായി തന്നെ പല കാര്യങ്ങൾ, പ്രധാനമായും BJP ഇത്തവണ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ ഒന്നായ പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ പദ്ധതി ഇതിലെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നവരുടെ എന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രകടന പത്രിക വാഗ്ദാനമായി. ഒപ്പം തന്നെ ഇതിലെ തുക, പദ്ധതി വിഹിതമായി അനുവദിക്കുന്ന തുക സംബന്ധിച്ച് വർധനവ് വരുത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഈ തുക ഏതാണ്ട് 20,000 രൂപയോളം വർദ്ധിക്കുകയും ഈ നിലവിലുള്ള ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവർക്ക് പുറമെ ഏതാണ്ട് 1.5 കോടിയോളം പേരെ കൂടുതലായി ഉൾപ്പെടുത്താനുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. സമാനമായി ഈ സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ ഒരു മന്ത്രിസഭാ യോഗം തന്നെയാണ് ഇന്ന് വൈകിട്ട് ചേരാൻ ഇരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഇന്ന് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2 പേരടക്കമുള്ളവർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് മുതിർന്ന ഒട്ടേറെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഈ മൂന്നാം മോദി മന്ത്രിസഭയിലും. ഇവർ വഹിക്കുന്ന വകുപ്പുകൾ ഏത് എന്നറിയാൻ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് കഴിഞ്ഞ തവണ വഹിച്ചിരുന്ന വകുപ്പുകൾ തന്നെ മുതിർന്ന നേതാക്കൾ തുടരും എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പും ആഭ്യന്തര വകുപ്പ് അമിത്ഷയും തുടരും എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട പീയൂഷ് ഗോയലിനെ ധനവകുപ്പ് ഏൽപ്പിച്ചേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. പ്രധാനമായ വകുപ്പുകൾ എല്ലാം തന്നെ BJP തന്നെ കൈവശം വയ്ക്കാനും, എന്നാൽ പ്രബലരായ ഘടകകക്ഷികൾക്ക് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കഴിയാവുന്ന ഏറ്റവും മികച്ച വകുപ്പ് തന്നെ നൽകാനുള്ള ഒരു തീരുമാനമാണ് BJP ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.